ഇ അഹമ്മദിന്റെ മരണം സംബന്ധിച്ചുള്ള ദുരൂഹത അകറ്റണമെന്ന് ദേശീയ രാഷ്ട്രീയ നേതാക്കൾ. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും എ.കെ. ആന്റണി പറഞ്ഞു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സീതാറാം യെച്ചൂരി അറിയിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ ഇ അഹമ്മദ് ഉണ്ടാക്കിയ സൗഹൃദത്തിന്റെ പ്രഖ്യാപന വേദിയായിരുന്നു ഡൽഹിയിൽ KMCC സംഘടിപ്പിച്ച അനുശോചന സമ്മേളനം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച ദേശീയ രാഷ്ട്രീയ നേതാക്കൾ ആശുപത്രിയിൽ നേരിട്ട ദുരനുഭവത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവന്നാലേ ഇ അഹമ്മദിനോട് നീതി കാട്ടാനാകൂവെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ഇന്നും ആർക്കും അറിയാത്ത രഹസ്യം. ആ രഹസ്യത്തിൻ്റെ ചുരുളുകൾ കഴിഞ്ഞ് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരും. അഹമ്മദിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ആശുപത്രി അധികൃതരെ വിമർശിച്ചു. പാർലമെന്റ് വന്ന ആളാണ്. ആളിനെ മരിച്ചിട്ടും ശരിയായി കാണാൻ ഒരു ഡിസ്റ്റോർട്ടഡ് ഫേസ് എന്ന മട്ടിൽ വ്യത്യസ്തമായ ഒരു മുഖം പെട്ടെന്ന് കാണാൻ അങ്ങനെ കണ്ടത് എല്ലാവർക്കും വലിയ ദുഃഖമുണ്ടാക്കിയ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി. This is, I think, being raised already. It's already being considered. So I think tomorrow, let's see. I'm sure it will be raised tomorrow. പാർലമെന്റിൽ വെച്ച് തന്നെ ഇ അഹമ്മദ് മരിച്ചിരുന്നതായി അറിഞ്ഞുവെന്ന് NK പ്രേമചന്ദ്രൻ MP വെളിപ്പെടുത്തി. അഹമ്മദിന്റെ മരണത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. വയലാർ രവി, D രാജ തുടങ്ങി നിരവധി നേതാക്കളും MP മാരും ഇ അഹമ്മദിനെ അനുസ്മരിച്ചു. അഹമ്മദിനോട് കാട്ടിയ അനാദരവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നേതാക്കൾക്കിടയിലെ ധാരണ. ന്യൂസ് 18 ഡൽഹി.